ഇന്നൊരു പുതിയ ചിന്തയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇന്നത്തെ ചിന്ത ഇതാണ്. ഇന്ന് ഒരു പുതിയൊരു ആഗ്രഹം കൂടി നമ്മളിൽ വളർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ആ ആഗ്രഹം ഇതാണ്: ഈശോയെ സ്തുതിക്കാൻ ആഗ്രഹമുണ്ടാകണം. ഈശോയെ സ്തുതിക്കാൻ ആഗ്രഹം ഉണ്ടാവണം. ഈശോയെ സ്തുതിക്കാൻ ആഗ്രഹം ഉണ്ടാവണം. സങ്കീർത്തനം 135 1-2. സങ്കീർത്തനം 135 1-2. എല്ലാവരും ഒന്നേറ്റ് ചൊല്ലിയേ: കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കണ്ടോ, കർത്താവിനെ സ്തുതിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. സ്തുതിച്ചാണ് നമ്മൾ നമ്മളുടെ കെട്ടുകളെ കഴിക്കുക. സ്തുതിച്ചാണ് നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങളെല്ലാം നമ്മൾ ഇറക്കി വയ്ക്കുക. സ്തുതിച്ചാണ് സ്വർഗത്തിൻ്റെ ആനന്ദം നമുക്ക് കിട്ടുക. ഒത്തിരി പേരെ അച്ഛൻ കാണാറുണ്ട്, ഈ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി ഭാരമായിട്ടായിരിക്കും കടന്നു വന്നിട്ടുണ്ടാവുക. പക്ഷേ ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ഒന്ന് കരഞ്ഞൊക്കെ ഈശോയെ ആരാധിച്ച് കഴിയുമ്പോൾ, ആരാധനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര സമാധാനമായിരിക്കും. സന്തോഷമായി, സമാധാനമായി. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈവീശിയേ കേട്ടോ. അപ്പോൾ ഇനി കൈവീശാത്തവരൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് സ്തുതിക്കണം കേട്ടോ, ഉള്ളുകൊണ്ട് സ്തുതിക്കണം. സ്തുതിച്ച് കഴിയുമ്പോൾ ഭാരമൊക്കെ പോവും, മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അച്ഛനെ നോക്കിക്കോ, അതിലേക്ക് നോക്കണമെന്നില്ല. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഒരു വിഗ്രഹത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ്. രാജാവ് തന്നെ ഒരു വിഗ്രഹത്തെ മെനഞ്ഞെടുത്തിട്ട് ജനങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ വിഗ്രഹത്തെ കുമ്പിട്ട് ആരാധിക്കണം, നിങ്ങൾ ഈ വിഗ്രഹത്തെ കുമ്പിട്ട് ആരാധിക്കണം. അപ്പോൾ ആരാധിക്കാത്തവരെല്ലാവരെയും രാജാവ് പറയും എല്ലാവരും വധിക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് രാജകൽപ്പനയാണ്, എല്ലാവരും ഈ വിഗ്രഹത്തെ ആരാധിച്ചേ പറ്റൂ എന്ന് പറയും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചേ പറ്റൂ എന്ന് പറയും. അപ്പോൾ 3 ചെറുപ്പക്കാർ മുന്നോട്ട് വരും. 3 ചെറുപ്പക്കാർ മുന്നോട്ട് വരും. ആ ചെറുപ്പക്കാരുടെ പേരറിയോ? ഷദ്രാഖ്, മെഷാഖ്, അബേദ്നെഗോ കേട്ടോ. ഷദ്രാഖ്, മെഷാഖ്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ചെറുപ്പക്കാർ വന്നിട്ട് പറയും, ഇല്ല, ഞങ്ങളുടെ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ മാത്രമേ വണങ്ങുള്ളൂ, 1-ാം പ്രമാണ ലംഘനം ഞങ്ങൾ ഒരിക്കലും തെറ്റിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ രാജാവിൻ്റെ മുന്നിലേക്ക്, നബൂഖദ്നേസർ രാജാവിൻ്റെ മുന്നിലേക്ക് ധീരതയോടെ കടന്നു വരും. നമ്മൾ ചാകേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും ഒരിക്കലും നമ്മുടെ ഈശോ ഇട്ടിട്ട് പോയേക്കരുത്. പോവോ? ഈ കുറേ പേര് അച്ഛൻ കണ്ടിട്ടുണ്ട്, ഗതി കെട്ട് കഴിയുമ്പോൾ മന്ത്രവാദികളുടെ അടുത്തൊക്കെ പോയി കളയുമെന്നേ. മന്ത്രവാദം, കൂടോത്രം, ചാത്തൻ സേവ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവും. കാരണം ഈ ഈശോയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചിലപ്പോൾ ഈശോ നമുക്കത് നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈശോ യെസ് പറയും. മോളെ നിനക്കതിരിക്കട്ടെ. ചിലപ്പോൾ പറയും നോ പറയും, അത് നിനക്ക് നല്ലതല്ല, ഇപ്പം അനുഗ്രഹം വേണ്ടെന്ന് പറയും. ചിലപ്പോൾ കർത്താവ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും, കാത്തിരിക്കാൻ പറയും. എല്ലാ മനുഷ്യർക്കും വേണ്ട എന്താണെന്നറിയാമോ? യെസ് മാത്രമേ പാടുള്ളൂ. നോ വന്ന അപ്പോൾ പ്രശ്നം, ദൈവത്തിന് കണ്ണീ ചോരയില്ല, ദൈവത്തിന് സ്നേഹമില്ല, ദൈവത്തിന് കരുതലില്ല. ഇല്ല, അങ്ങനെയല്ല. ദൈവം നോ പറഞ്ഞാലും അതൊരു മറുപടിയാണ്, ദൈവം വെയിറ്റ് പറഞ്ഞാലും അതൊരു മറുപടിയാണ്. ദൈവം നമുക്ക് നമ്മുടെ ഭാവി അറിയാവുന്നത് കൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ ഭാവി അറിയാവുന്നത് കൊണ്ട് നമ്മൾ എത്ര ചോദിച്ചാലും നമ്മുടെ നന്മയ്ക്കുതകാത്ത ഒരു കൃപയും കർത്താവ് തരൂല. എത്ര മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല എന്ന് കരുതുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കർത്താവ് തരൂല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ,
ഈശോയേ, ഈശോയേ. കണ്ടോ, ശദ്രാക്, മെഷാക്, അബദ്നെഗോ ഈ 3 ചെറുപ്പക്കാരും വന്നിട്ട് പറഞ്ഞില്ല, ഞങ്ങൾ മറ്റാരെയും ആരാധിക്കില്ല. ഒരമ്മച്ചി എൻ്റെ അടുത്ത് കോഴിക്കോട് നിന്ന് വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് ഞാൻ ഓർക്കുകയാണ്. അമ്മച്ചിയുടെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു പോയി. എത്ര 2 പവൻ്റെ 2.5 പവൻ്റെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ തൊട്ടടുത്തുള്ള അന്തോണീസുനാളിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അന്തോണീസുനാളെ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുന്ന വിശുദ്ധനാണല്ലോ. എത്ര പ്രാർത്ഥിച്ചിട്ടും മാല കിട്ടണില്ല. അപ്പോൾ എന്ത് ചെയ്തു, അടുത്തുള്ള ചേച്ചി പറഞ്ഞു, ഇവിടെ ഒരു മന്ത്രവാദി ഉണ്ട്, പോവാന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചേച്ചിയാണ്. മന്ത്രവാദി ഉണ്ട്, പോവാന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രവാദിനെ കാണാൻ പോയി. അവിടെ ചെന്നിട്ട് കോഴീനെ കുരുതി കൊടുക്കണം. അപ്പോൾ കോഴീനെയൊക്കെ കുരുതി കൊടുത്തിട്ട് വീട്ടിൽ വന്നേക്കാണ്. വീട്ടിൽ വന്നപ്പോൾ ഈ ചേച്ചിയുടെ അമ്മ, നീ എവിടെ പോയേച്ച്? ഞാൻ ഇങ്ങനെ മന്ത്രവാദിയുടെ അടുത്ത് പോയിച്ചു. ആ മന്ത്രവാദി സൂപ്പറാണ്, നല്ല പവറുള്ള മന്ത്രവാദിയാണ്. അപ്പോൾ ഈ മന്ത്രവാദി കോഴീനെ അറുത്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ അമ്മ എന്ത് ചെയ്തു, ഈ ചേച്ചിയുടെ അമ്മ പറഞ്ഞു, വീടിൻ്റെ പുറത്തിറങ്ങടിയെന്ന് പറഞ്ഞു. ആ മാല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. 1-ാം പ്രമാണ ലംഘനം നീ തെറ്റിക്കരുതായിരുന്നു. ദൈവത്തിൻ്റെ ശാപവും ഇപ്പോൾ ദൈവത്തിൻ്റെ എന്താണ്, ഈ ദൈവത്തിൻ്റെ ശാപമല്ല, പിശാച് നമ്മളെ ഈ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയില്ലേ, ബന്ധനമായില്ലേ, ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്തോട്ട് വന്ന് അച്ഛൻ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞിട്ട് വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ടോ, എല്ലാവർക്കും കാര്യം നടക്കണം. ഏത് വഴി കൂടി നടന്നാലും കുഴപ്പമില്ല, കാര്യം നടക്കണം. കാര്യം നടന്നില്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം നടന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ പ്ലാൻ ബി ആക്കുകയാണ് മന്ത്രവാദി. പിന്നെ പ്ലാൻ സി ആയിക്കേ, എന്ത് കൂടോത്രം. പ്ലാൻ ഡി ആക്കി, എന്ത് കൈനോട്ടം. ഏതിലൂടെയെങ്കിലും കാര്യം നടന്നാൽ മതി. ഒരിക്കലും നമ്മൾ കർത്താവിനെ വിട്ടിട്ട് വേറെ എവിടെയും പോയേക്കരുത്. മരിക്കേണ്ടി വന്നാലും എൻ്റെ കർത്താവ് മാത്രം മതി, കർത്താവിൻ്റെ സ്നേഹം മാത്രം മതി, കർത്താവിൻ്റെ കരുതൽ മാത്രം മതി എന്നുള്ള ചിന്ത വേണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ ശദ്രാക്, മെഷാക്, അബേദ്നെഗോ തുടങ്ങിയവരെ ഈ നബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്യുന്നു? അവരെടുത്തിട്ട് തീച്ചൂളയിലേക്ക് ഇടുകയാണ്. തീച്ചൂളയിലേക്ക് ഇടുന്ന സമയത്ത് ഇവർ ഈ 3-ാം അധ്യായം നമ്മളൊന്ന് എടുത്തേ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യം നടന്നു. ഒന്ന് ഏറ്റു പറഞ്ഞേ, അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യം നടന്നു. കണ്ടോ, കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യം നടന്നു എന്ന് പറഞ്ഞു. അതായത് സഹനം വന്ന സമയത്ത്, തീയിൽ നിൽക്കുന്ന സമയത്ത് അവർ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും സ്തുതിക്കുമോ? സഹനം വരുമ്പോൾ നമ്മൾ ആരെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്തുമോ? കർത്താവെ, ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, കർത്താവെ സഹനത്തിന് നന്ദി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവീശ്. ദൈവമേ, എല്ലാവരും അടിപൊളിയാണല്ലോ, നല്ല വിശുദ്ധരായ ആളുകളാണല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറയണം കേട്ടോ. ഭയങ്കര ഒരു സാക്ഷിയുണ്ട് നിങ്ങൾ. ഐ എം വെരി ഹാപ്പി. ചില സ്ഥലത്ത് പള്ളി പെരുന്നാളുകൾക്ക് അല്ലെങ്കിൽ ധ്യാനങ്ങൾക്കൊക്കെ പോയാൽ സഹനത്തിന് നന്ദി പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഒരാൾ അല്ലെങ്കിൽ പകുതി ആളൊക്കെ കൈപൊക്കുള്ളൂ, ഇത്രയൊക്കെ പൊക്കുള്ളൂ. ഒരാൾ പൊക്കുണ്ടെങ്കിൽ തന്നെ ഇത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആത്മാക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, അപ്പോൾ അവർ ഈ സഹനത്തിൻ്റെ മധ്യേ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് കീർത്തനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരാണ്. 4ാമനായിട്ട് ആ തീച്ചൂളയിലേക്ക് ദൈവം ഇറങ്ങി വരാണ്. അപ്പോൾ രാജാവ് പറയാണ്, 3 പേരെയല്ലേ നമ്മൾ അഗ്നികുണ്ഡത്തിലിട്ടത്, ഈ 4ാമൻ ആരാണ്? 4ാമൻ ആരാണ്? 4ാമൻ ആരാണ്? നമ്മുടെ കർത്താവാണ്. 4ാമൻ എന്ന് പറയുന്നത് കർത്താവാണ്. എപ്പോഴാണ് നമ്മൾ സഹനങ്ങളിലായിരിക്കുക, എപ്പോഴാണ് നമ്മൾ കഥനങ്ങളിലായിരിക്കുക, എപ്പോഴാണ് നമ്മൾ മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോവുക, കുടുംബത്തിലെ സങ്കടങ്ങളിലൂടെ, വിലാപങ്ങളിലൂടെ, മരണത്തിലൂടെയൊക്കെ കടന്നു പോവുക, ആ സമയത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ കർത്താവ് 4ാമനായി കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും, ശക്തമായി നമ്മുടെ കൂടെ നിൽക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ഭാഗമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ
16-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കീർത്തനം പാടി എന്ത് പാടി സ്തുതിക്കുമായിരുന്നു? കീർത്തനം പാടി സ്തുതിക്കുമായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവർ സ്തുതിച്ചപ്പോഴാണ്. അർദ്ധരാത്രിയോടടുത്ത് അവരെവിടെ കിടക്കാണ്? എവിടെയാണ്? തടവറയിലാണ്. ടൂറ് പോയേക്കാണോ? അല്ല. അവർ റിസോർട്ടിലാണോ? അല്ല. അവർ തടവറയിൽ കിടക്കുകയാണ്. നാളെ എന്ത് സംഭവിക്കുന്ന അവർക്കറിയില്ല. ചിലപ്പോൾ അവരെ തൂക്കിക്കൊന്നു കളയും, അല്ലെങ്കിൽ ചാട്ടവാർ അടികൾ കിട്ടും. പക്ഷെ എന്തായാലും അത്രയും സഹനങ്ങളുടെ മധ്യേ അവര് പാതിരാത്രിയിൽ കർത്താവിനിങ്ങനെ മുട്ടുകുത്തി നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഭൂമി കുലുങ്ങി, തടവറയുടെ അടിത്തറ കുലുങ്ങി. കാരണം നമ്മൾ വിട്ടുകൊടുത്ത് സ്തുതിക്കുമ്പോൾ ജീവിതത്തിൻ്റെ കുലുങ്ങേണ്ട എല്ലാ അവസ്ഥകളും കുലുങ്ങും. നമ്മുടെ എല്ലാ അടിസ്ഥാനവും കുലുങ്ങും. നമ്മളെ എന്തെങ്കിലുമൊക്കെ ബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തകർക്കപ്പെടുന്നത് നമ്മൾ സ്തുതിക്കുമ്പോഴാണ്. സ്തുതിപ്പാണ് ബന്ധനങ്ങളുടെ കെട്ടഴിക്കുന്ന താക്കോല്. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തരും വളരെ വ്യക്തിപരമായിട്ട് തീരുമാനിക്കണം കേട്ടോ. ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും വളരെ വ്യക്തിപരമായിട്ട് തീരുമാനിക്കണം. ഞാൻ സ്തുതിച്ച് 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 എൻ്റെ കെട്ടുകളെല്ലാം അഴിക്കും. സ്തുതിച്ച് 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 എല്ലാ ബന്ധനങ്ങളും അഴിക്കും. സ്തുതിച്ച് 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 ഞാൻ കൃപകളൊക്കെ നേടിയെടുക്കും. എൻ്റെ കുടുംബത്തിന് നേരെയുള്ള എല്ലാ പൈശാചികമായ ബന്ധനങ്ങളും, എൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നേരെയുള്ള എല്ലാ പൈശാചികമായ കെട്ടുകളും സ്തുതിച്ച് സ്തുതിച്ച് ഞാൻ മാറ്റിയെടുക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കണം. മാറ്റിയെടുക്കോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഉണ്ടോ? വ്യക്തിപരമായ തീരുമാനമാണ്. ജീവനച്ചൻ തീരുമാനിക്കണം സ്തുതിക്കണമെന്ന്, അമ്മണിയമ്മ തീരുമാനിക്കണം സ്തുതിക്കണമെന്ന്, നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി തീരുമാനിക്കണം. സ്തുതിക്കുന്നതനുസരിച്ച് കെട്ടുകൾ അഴിയും കേട്ടോ. വചനം സങ്കീർത്തനം 34:1. സങ്കീർത്തനം 34:1. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കണ്ടോ? കർത്താവിനെ ഞാൻ കേട്ടോ. ആ വാക്ക് എപ്പോഴും ഓർമ്മയിൽ വേണം. ഇവിടെ പറയുന്നുണ്ട് കർത്താവിനെ ഞാൻ എന്നേക്കും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവിനെ ഞാൻ എന്നേക്കും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. ഞാൻ എൻ്റെ എന്നാണ് വചനം പറയുക. ഞാൻ വ്യക്തിപരമായി തീരുമാനിക്കണം സ്തുതിക്കണമെന്ന്. ഞാൻ വ്യക്തിപരമായി തീരുമാനിക്കണം ഈശോയെ മഹത്വപ്പെടുത്തണമെന്ന്. സങ്കീർത്തനം 145:1-2. സങ്കീർത്തനം 145:1-2. എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കണ്ടോ? എൻ്റെ ഞാനെന്നൊക്കെ എത്ര പ്രാവശ്യമാണ് ഈ ഒരു സങ്കീർത്തനത്തിൽ, ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ. ഒന്നേറ്റ് പറഞ്ഞേ, എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഒന്ന് കണ്ണടച്ചേ. എന്നിട്ട് ഈ പറയാൻ പോകുന്ന വചനം ഒന്ന് ഏറ്റു ചൊല്ലിയേ. സങ്കീർത്തനം 146:2. ആയുഷ്കാലമത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും, ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. കണ്ടോ? ആയുഷ്കാലം ഇനി കണ്ടു തുറന്നു. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും, ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. ജീവിതകാലം മുഴുവനും, ആയുഷ്കാലം മുഴുവനും കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനുമാണ്
ഈശോ ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുക. സഹനങ്ങളിൽ സ്തുതിക്കണം, രോഗങ്ങളിൽ സ്തുതിക്കണം, സങ്കടങ്ങളിൽ സ്തുതിക്കണം, നിരാശയിൽ സ്തുതിക്കണം, ബന്ധനങ്ങളിൽ സ്തുതിക്കണം, അസ്വസ്ഥതകളിൽ സ്തുതിക്കണം, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ സ്തുതിക്കണം. ഏത് ഉയർച്ചകളിലും താഴ്ചകളിലും സ്തുതിച്ച് കർത്താവിൻ്റെ കൃപ നമ്മൾ നേടിയെടുക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി സ്തുതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. റോമ 1:21. റോമ 1:21. സ്തുതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? റോമ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. കണ്ടോ, സ്തുതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്തുതിച്ചില്ലെങ്കിൽ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും. ചിലപ്പോൾ ഈ ദേവാലയത്തിലുള്ളവരൊക്കെ ദൈവത്തെ അറിയാം, ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കാം, പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കാം. വചനം പറയുന്നത് എന്താ? അവിടുത്തെ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു എന്ന് പറയുക. നമ്മൾ കർത്താവിനെ സ്തുതിച്ചില്ല, കർത്താവിനെ മഹത്വപ്പെടുത്തിയില്ല, കർത്താവിനെ ആരാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുന്ന വചനം പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രഭാഷകൻ 15:10. ജ്ഞാനത്തിൻ്റെ ബഹിസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്നേറ്റ് പറഞ്ഞ്, ജ്ഞാനത്തിൻ്റെ ബഹിസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. കണ്ടോ, സ്തുതിക്കാനായിട്ടൊരു പ്രചോദനം നൽകുന്നത് കർത്താവാണ്. സ്തുതിപ്പിലൂടെ നമ്മിലേക്ക് ദൈവീകമായ ജ്ഞാനം നിറയും. ജ്ഞാനം നിറയുമ്പോൾ കൂടുതൽ സ്തുതിച്ച് സ്വർഗത്തിൽ നിന്ന് കൃപകളെല്ലാം നേടിയെടുക്കാനുള്ളൊരു ദാഹം നമുക്കുണ്ടാകും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രഭാഷകൻ 15:9 പറയുന്ന ഒരു വാക്യമുണ്ട്. കണ്ടോ, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. പാപത്തോടു കൂടെയാണ് നമ്മൾ ഈ അൾത്താരയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്തുതിക്കാൻ പറ്റില്ല. ഒരു മന്മോഷണത നമുക്കുണ്ടാവും. നന്നായിട്ട് സ്തുതിക്കണമെങ്കിലുണ്ടല്ലോ പാപാവസ്ഥകളിൽ നിന്ന് വിടുതൽ കിട്ടണം. ഒരു എല്ലാ അശുദ്ധികളിൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധം, ഇപ്പം മദ്യപാനം ആകാം, വ്യഭിചാരം ആകാം, ലഹരി പദാർത്ഥങ്ങളാകാം. ഇനി വെറുപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, വൈരാഗ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സ്തുതിക്കാൻ പറ്റില്ല. ഉള്ളുകൊണ്ട് സ്തുതിക്കാൻ പറ്റില്ല. നാവ് കൊണ്ട് നമ്മൾ സ്തുതിക്കുമായിരിക്കും, പക്ഷെ ഉള്ളുകൊണ്ട് നമുക്ക് സ്തുതിച്ച് കൃപകൾ നേടിയെടുക്കാൻ പറ്റില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ഇനി അച്ഛൻ പറഞ്ഞുതരാൻ പോകണം എങ്ങനെ സ്തുതിക്കണം എന്ന് പറഞ്ഞുതരാൻ പോവാണ്. എങ്ങനെ സ്തുതിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെ സ്തുതിക്കണമെന്ന് പറഞ്ഞുതരാൻ പോവാണ്. റെഡിയാണോ? റെഡിയാണോ? എങ്ങനെ സ്തുതിക്കണമെന്ന് അച്ഛൻ പറഞ്ഞുതരാൻ പോവാണ്. ഒന്നാമത്തേത് വായ തുറന്ന് സ്തുതിക്കണം. ഒന്നാമത്തേത് എങ്ങനെ? വായ തുറന്ന് സ്തുതിക്കണം. സങ്കീർത്തനം 145:21. എൻ്റെ വായ് കർത്താവിൻ്റെ സ്തുതികൾ പാടും, എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ഒന്നേറ്റ് ചൊല്ലിയേ, എൻ്റെ വായ് കർത്താവിൻ്റെ സ്തുതികൾ പാടും, എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. എൻ്റെ വായ് കർത്താവിൻ്റെ സ്തുതികൾ പാടുമെന്നാണ് പറയുക. അപ്പം നമ്മൾ സ്തുതിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ വായ തുറന്ന് സ്തുതിക്കണം. എല്ലാവരും ഒന്ന് വായ തുറന്ന് സ്തുതിച്ചേ, ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പോൾ ഒന്നാമത്തേതായിരുന്നു വായ തുറന്ന് സ്തുതിക്കണം. എങ്ങനെ സ്തുതിക്കണം? വായ തുറന്ന് സ്തുതിക്കണം. എല്ലാവരും വായ തുറന്ന് സ്തുതിക്കണം. ഈശോയുടെ മുന്നിലായിരിക്കുമ്പോൾ
എല്ലാം മറന്നൊന്ന് വായ തുറന്ന് സ്തുതിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒന്നാമത്തേതായിരുന്നു എങ്ങനെ സ്തുതിക്കണം? വായ തുറന്ന് സ്തുതിക്കണം. രണ്ടാമത്തേത് വാദ്യാഘോഷത്തോടെ സ്തുതിക്കണമെന്ന് പറയുക. വചനം ഇതാണ്, സങ്കീർത്തനം 27:6. സങ്കീർത്തനം 27:6. സങ്കീർത്തനം 27:6. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദ ആരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. ഞാൻ വാദ്യാഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുമെന്ന് പറയുക. വാദ്യാഘോഷത്തോടെ സ്തുതിക്കണം. ഇവിടെ നമുക്കാകെ ഒരു കീബോർഡ് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് എല്ലാം ഉണ്ട്. ഇപ്പോൾ വാദ്യാഘോഷത്തോടെ സ്തുതിക്കണമെന്ന് പറയുക. ഇപ്പോൾ കീബോർഡൊക്കെ വായിച്ച ഋതമൊക്കെ വരുമ്പോൾ നന്നായിട്ട് നമ്മൾ സ്തുതിച്ച ഈ ഋതത്തിനൊപ്പം ഈ താളത്തിനൊപ്പമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണമെന്ന വചനം പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. പിന്നെ മൂന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, നൃത്തം ചെയ്ത് സ്തുതിക്കണം എന്ന് പറയാം. നൃത്തം ചെയ്ത് സ്തുതിക്കണം. ഒന്നാമത്തെ എങ്ങനെ സ്തുതിക്കണം? വായ തുറന്ന് സ്തുതിക്കണം. രണ്ടാമത്തെ എങ്ങനെ സ്തുതിക്കണം? എന്തോ നാക്കോടിക്കുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ സ്തുതിക്കണം? വാദ്യാഘോഷത്തോടെ സ്തുതിക്കണം. മൂന്നാമത് എങ്ങനെ സ്തുതിക്കണം? നൃത്തം ചെയ്ത് സ്തുതിക്കണം. സങ്കീർത്തനം 149:3. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവരവിടുത്തെ സ്തുതിക്കട്ടെ. കേട്ടോ, നൃത്തം ചെയ്യണം കേട്ടോ. അപ്പോൾ റെഡിയാണോ നിങ്ങൾ നൃത്തം ചെയ്യാൻ? റെഡിയാണോ? കസേര പറ്റൂല അല്ലേ? ഫ്രീ ആക്കണം അല്ലേ? ആയിക്കോട്ടെ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ എങ്ങനെയൊക്കെ സ്തുതിക്കണം? 1, വായ തുറന്ന് സ്തുതിക്കണം. 2, വാദ്യാഘോഷത്തോടെ സ്തുതിക്കണം. ബാബുരാജേട്ടന് ഇഷ്ടപ്പെട്ട കാര്യമാണ് വാദ്യാഘോഷത്തോടെ സ്തുതിക്കണം. 3, നൃത്തം ചെയ്ത് സ്തുതിക്കണം. 4മത്തേത് കരങ്ങളടിച്ച് കരഘോഷത്തോടെ സ്തുതിക്കണം. കരഘോഷത്തോടെ സ്തുതിക്കണമെന്നാണ് വചനം പറയുക. കരഘോഷത്തോടെ സ്തുതിക്കണം. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കണം. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1. ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. എല്ലാവരും നേറ്റു ചൊല്ലിയേ, ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. കണ്ടോ, കരഘോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണമെന്ന വചനം പറയുക. ഒന്ന് ബൈബിളൊന്ന് മടിയിൽ വെച്ചിട്ടൊന്ന് കരങ്ങൾ അടിച്ച് നോക്കട്ടെ. അടിച്ച് 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 കരഘോഷത്തോടെ ദൈവത്തോടെ സ്തുതിച്ച് അടിച്ച് 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 കരങ്ങൾ ഉയർത്തി അടിച്ച്, കരങ്ങൾ ഉയർത്തി അടിച്ച്. ഇനി കൈ താഴ്ത്തിട്ടെ, ഒരു കൈ താഴ്ത്തിട്ടെ. ഒരു ചിന്ത അച്ഛൻ പറഞ്ഞു തരാം. എപ്പോഴും സെയിൻറ്റ് ജോസഫുകാർക്കും 2 സെയിൻറ്റ് ജോസഫുകാർക്കും പറഞ്ഞു തന്നിട്ടുള്ള ചിന്തയാണ്, ഈ കൈ കൊണ്ട് എന്തൊക്കെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയതാണ് അല്ലേ ഈ ജീവിത കാലഘട്ടത്തിൽ. ഇനി ഈ കരങ്ങൾ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമ്മളൊന്ന് പരിശ്രമിക്കണം. ഒന്ന് കരങ്ങൾ അടിച്ച് നോക്കട്ടെ. മുറുക്കടിച്ച് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് അടിയട്ടെ അടിയട്ടെ അടിച്ചടിച്ച് കരങ്ങൾ ഉയർത്തി അടിച്ച്, കരങ്ങൾ ഉയർത്തി അടിച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി അവസാനത്തേത് കൈകൾ ഉയർത്തി സ്തുതിക്കണം എന്ന് പറയും. വചനം പറയുന്ന കേട്ടോ, ഇത് അച്ഛൻ കയ്യിൽ നിന്ന് എടുത്തിടുന്നതല്ല. എല്ലാത്തിനും വചനത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. വചനം പറയുന്നത് കൈകൾ ഉയർത്തി സ്തുതിക്കണമെന്ന് വചനം പറയുന്നുണ്ട്. വചനം ഇതാണ്, സങ്കീർത്തനം 63:4. സങ്കീർത്തനം 63:4. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നേറ്റ് ചൊല്ലിയേ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഒന്ന് കൈകൾ ഉയർത്തിയെന്ന് സ്തുതിച്ചേ നോക്കട്ടെ. ബൈബിൾ താഴ്ത്തി വെക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്ങനെയൊക്കെ സ്തുതിക്കണം? 1, വായ തുറന്ന് സ്തുതിക്കണം. വായ തുറന്ന് എല്ലാവരും ഒന്ന് വിളിച്ച ഈശോയേ, ഈശോയേ,
ഈശോയേ. ഇനി രണ്ടാമത് എങ്ങനെ ശ്രദ്ധിക്കണം? പുസ്തകത്തിൽ നോക്കണ്ട, അച്ഛനും നോക്ക്. എങ്ങനെ ശ്രദ്ധിക്കണം? വാദ്യാഘോഷത്തിൽ ശ്രദ്ധിക്കണം. മൂന്നാമത് എങ്ങനെ ശ്രദ്ധിക്കണം? ബാവരേട്ടാ ബുക്കിൽ നോക്കല്ലേ, എന്നെ നോക്ക്. മൂന്നാമത് എങ്ങനെ ശ്രദ്ധിക്കണം? നൃത്തം ചെയ്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പാട്ട് പാടുമ്പോൾ നല്ല ഡാൻസ് കളിച്ചേക്കണം കേട്ടോ. ബാവരേട്ടാ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കണം. ഓക്കെ. ഇനി നാലാമത് എങ്ങനെ ശ്രദ്ധിക്കണം? കരഘോഷത്തോടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അഞ്ചാമത്തേത് കൈകൾ ഉയർത്തി ശ്രദ്ധിക്കണം. ഈ ചിന്തകളൊക്കെ മനസ്സിൽ വേണം. അപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞ ഒരാഗ്രഹം എന്തായിരുന്നു? ഈശോയെ സ്തുതിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. എന്തായിരുന്നു? ഈശോയെ സ്തുതിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം. അപ്പോൾ സ്തുതിപ്പാണ് സ്വർഗത്തിൻ്റെ കൃപകളൊക്കെ തുറക്കുന്ന താക്കോല്. പലപ്പോഴും ഈ ബുധോച്ചാടനമൊക്കെ നടത്തുന്ന സമയത്ത് സ്തുതിക്കുമല്ലോ. സ്തുതിക്കുന്ന സമയത്ത് ഈ പൈശാചിക പീഡകൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല. മാലാഖമാരുടെ ഭാഷയാണ് സ്തുതിപ്പ് കേട്ടോ. അല്ലേലൂയ, പരിശുദ്ധൻ പരിശുദ്ധൻ, ആ ഒരു വാക്കുകളൊക്കെ പറഞ്ഞാണ് അല്ലേലൂയ അല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അല്ലേലൂയ എന്നൊക്കെ പറഞ്ഞാണ് മാലാഖമാരെ സ്തുതിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഭാഷയാണ് സ്തുതിപ്പ്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് സ്തുതിക്കുന്നത്? അപ്പോൾ നമ്മളുടെ കൂടെ മാലാഖമാരും ഉണ്ട്, വിശുദ്ധരും ഉണ്ട് കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ 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 ഈശോയേ. ഇനി ഒരു ചിന്തയും കൂടിയുള്ളത് ഇതാണ്, വിശ്വാസത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കണം. അടുത്ത ചിന്ത ഇതാണ്, വിശ്വാസത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കണം. ആദ്യം പറഞ്ഞ ചിന്ത സ്തുതിക്കാൻ ആഗ്രഹം ഉണ്ടാവണം. രണ്ടാമത്തേത് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. കണ്ണും പൂട്ടി ഈശോയെ വിശ്വസിക്കാൻ പറ്റണം. ആർക്കെങ്കിലും ഈ ദിവ്യഗാനത്തിൽ ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ? അവിടുന്ന് ഉണ്ടോ? എല്ലാവരും ഒന്ന് കൈവീശിയാൽ നോക്കട്ടെ. ഈശോ ഇത്രയും പേര് കാണുന്നുണ്ടോ? ദിവ്യകാരുണ്യമല്ലേ നിങ്ങൾ കാണുന്നത്? ഈശോയെ കാണുന്നുണ്ടോ? ഈശോയുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ഈ കൂട്ടത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? ഈശോ ഇപ്പോൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? മുഖം കാണുന്നുണ്ടോ ഈശോയുടെ? ആരെങ്കിലും ഉണ്ടോ? അമ്മച്ചി കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ 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 ഈശോയേ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നും കാണപ്പെടാത്തവ ഉണ്ട്. ആർക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല കണ്ണുകൾ കൊണ്ട്. അമ്മണിയമ്മക്കല്ലാതെ വേറെ ആർക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ വിശ്വസിക്കുകയാണ്. ആരുണ്ട്? ആരാണത്? ഈശോ. കഴിഞ്ഞ ആഴ്ച ആരൊക്കെ കണ്ടല്ലോ ഈശോനെ? ആരായിരുന്നു കണ്ടത്? കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച കണ്ടവർ, കഴിഞ്ഞ ആഴ്ച കണ്ടവർ, ഈശോയെ ദിവ്യഗാനത്തിൽ കാണുന്നവർ ഒത്തിരി പേരുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 10:9 യേശു കർത്താവാകുന്നുവെന്ന് നിന്റെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. കണ്ണടച്ചേ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്. നമ്മളൊക്കെ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വചനം നമ്മെ പറഞ്ഞു തരികയാണ്. വചനം നേറ്റു പറഞ്ഞ് യേശു കർത്താവാകുന്നുവെന്ന് നിന്റെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം. ഈ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്, അക്രൈസ്തവരായിട്ടുള്ളവരുണ്ട്. പക്ഷെ മാമോദീസ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അധരങ്ങൾ കൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞിട്ടുള്ളവരാണ്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുകയും ചെയ്യും എന്നാണ് നമ്മെ ഈ വചനം പഠിപ്പിക്കുക. പിന്നെ ചിലർ
നന്നായിട്ട് നല്ല വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒത്തിരി പേരെ അച്ഛൻ കാണാറുണ്ട്. വിശ്വാസമുള്ളവർ എന്ത് പ്രാർത്ഥിച്ചാലും അത്ഭുതം നടക്കും. വിശ്വാസമില്ലാത്തവർ തലകുത്തി എന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കില്ല. വിശ്വാസമാണ് വിടുതലിൻ്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. വിശ്വാസം വേണം. ഇങ്ങനെ ഞാനിപ്പോൾ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കണം, ഈശോ ഉണ്ടോ? അത് വെറും ഒരു ഓസ്തിയല്ലേ? ഈശോ ഉണ്ടോ? ഈ അച്ഛൻ പറയുന്ന വചനങ്ങൾക്കൊക്കെ സത്യമാണോ നുണയാണോ? മനസ്സിലായോ? വിശ്വാസം ഇല്ല, സംശയമാണെങ്കിൽ ഒന്നും നടക്കില്ല. രണ്ടും കൽപ്പിച്ച് ഉള്ളൊരു ചാട്ടമാണ്. കടലിലേക്കുള്ളൊരു ചാട്ടം പോലെയാണ്, ഇരുട്ടിലേക്കുള്ളൊരു ചാട്ടം പോലെയാണ്. മുകളിൽ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ താങ്ങിക്കോളും എന്നുള്ള ധൈര്യം പോലെയാണ് വിശ്വാസം. എൻ്റെ കർത്താവ് തൊടുന്നേ, എൻ്റെ കർത്താവ് എൻ്റെ രോഗങ്ങൾ എടുത്ത് മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നോ? എൻ്റെ കർത്താവ് കടബാധ്യതകൾ എടുത്ത് മാറ്റുമെന്നേ വിശ്വസിക്കുന്നോ? എൻ്റെ കർത്താവ് നിരാശ എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കുന്നോ? എൻ്റെ കർത്താവ് ഭയം എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കുന്നോ? എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിലുള്ള കെട്ടുകൾ അഴിച്ചു മാറ്റുമെന്ന് വിശ്വസിക്കുന്നോ? എൻ്റെ കർത്താവ് എനിക്ക് സ്വസ്ഥത തരുമെന്ന് വിശ്വസിക്കുന്നോ? എൻ്റെ കർത്താവ് എനിക്ക് ആരോഗ്യം തരുമെന്ന് വിശ്വസിക്കുന്നോ? എൻ്റെ കർത്താവ് എനിക്ക് സമാധാനം തരുമെന്ന് വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വസിക്കുന്നോ? ആ വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം എൻ്റെ കർത്താവിന് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. ഒരിക്കൽ അച്ഛൻ കോഴിക്കോടുള്ള സമയത്ത് ഈ ഫറോക്ക് ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ചെറിയ ഒരു +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ അവൾ ഒരു ദിവസം ഇങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു എന്താണ് കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ പടവിലിങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന്. അപ്പോൾ എന്തോ അവളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയി. നട്ടുച്ച നേരത്തെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ കൂടി എന്തോ കടന്നുപോയി, തേരോട്ടോ എന്തോ ഒരു 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 ഇത് കടന്നുപോയി എന്ന് പറഞ്ഞു. അവർ അക്രൈസ്തവരാണ്. അവർ കടന്നുപോയി. പിന്നെ കൊച്ചു മിണ്ടൂല, ഇങ്ങനെ മിണ്ടാതിരിക്കും, ഭക്ഷണം കഴിക്കില്ല, കഥ കടച്ച് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും, അപ്പനോടും അമ്മനോടും മിണ്ടൂല. എന്നാൽ ഒരു പ്രത്യേകതയുള്ള ശാന്തയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരോർക്കൊരു ഉപദ്രവമില്ല, പക്ഷെ മിണ്ടൂല, ക്ലാസ്സിൽ പോവില്ല, ഭക്ഷണം കഴിക്കില്ല. വല്ലാത്തൊരു എന്താ പറയുക, കയ്യിൽ നിന്ന് പോയി. അതിന് സൈക്കാട്രിസ്റ്റിനെയൊക്കെ കൊണ്ടേ കാണിച്ചു, ഒരു രക്ഷയില്ല, മാറണില്ല, എന്തൊക്കെ ചെയ്താലും മാറണില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവരെ ക്രൈസ്തവരാണെങ്കിലും ഭയങ്കര വിശ്വാസം. ഈശോയ്ക്ക് അവരുടെ ജീവിതത്തിൽ പരിപൂർണമായി ഇടപെടാൻ കഴിയുമെന്നുള്ള ഭയങ്കര വിശ്വാസം. ഈ കൊച്ചിങ്ങനല്ലേ, ശരീരം ഇങ്ങനെ വീർത്ത് വരികയാണ്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടല്ല, ഈ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചിട്ട് കുറേ മരുന്ന്, ചോറിൻ്റെ പോലെ മരുന്ന് കഴിക്കണത് കൊണ്ടേ കഴിച്ച് മരുന്ന് കഴിച്ച് ശരീരം ഇങ്ങനെ വീർത്ത് വരികയാണ്. മാതാപിതാക്കൾക്ക് മടുത്തു. അവസാനം അവർ ഇവിടെ നവജ്യോതിസിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ മുറിയിൽ അപ്പനും അമ്മയുണ്ട്. ആ കൊച്ചിനെ ഞാൻ പ്രത്യേകമായിട്ട് വചനം വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. കൊച്ചിനെ കണ്ടാൽ നമുക്ക് സങ്കടം വരും. ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്തിട്ട് ഇങ്ങനെ മദ്യപിച്ച് എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കുകയാണ്. ഇങ്ങനെ എന്ത് ചോദിച്ചാലും കാണിക്കാത്ത ഡോക്ടർമാരില്ല. അവസാനം അവർ കൊണ്ടുവന്നതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈശാചിക പീഡയായിരുന്നത്. ഭയത്തിൻ്റെ അരൂപി പിടികൂടിയതാണ് ആ കുഞ്ഞിനെ. ഭയത്തിൻ്റെ അരൂപി ആത്മാവിനെ പിടികൂടിയതാണ്. ഇത് നമ്മളെപ്പോഴും ഓർക്കുക, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ അതിൽ 1-2 കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ആയിരിക്കും ആദ്യം പിശാച് പിടിക്കുക. ഏതെങ്കിലും അരൂപി, രോഗത്തിൻ്റെ അരൂപി ആയിരിക്കാം, ഭയത്തിൻ്റെ അരൂപി ആയിരിക്കും ആദ്യം പിടിക്കുന്നത്. പിശാച് ഏറ്റവും വീക്കായിട്ടുള്ള ആത്മാവിനെ ആയിരിക്കും പിടിക്കുക എപ്പോഴും വീട്ടിൽ. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുരോഹിതന്മാരെ കൊണ്ടൊക്കെ തലയെ കൈവച്ചൊക്കെ പ്രാർത്ഥിപ്പിക്കണമെന്നൊക്കെ പറയുന്നത്, ബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കണമെന്ന് പറയുന്നത്. ഏറ്റവും ബലഹീനനായ ആത്മാവിനെ പിശാച് പിടിക്കുകയുള്ളൂ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ളത്, അവർക്ക് പ്രതികരണശേഷി കുറവാണ്. അപ്പം അതുകൊണ്ട് പിശാച് അവരെയായിരിക്കും ഏറ്റവും പിടിക്കുക. പിന്നെ വീട്ടിൽ 5-6 പേരുണ്ടെങ്കിൽ ഏറ്റവും ബലഹീനനായിട്ടുള്ള വ്യക്തിയായിരിക്കും കൊടിയ ഭാവിയായിട്ട് മാറുക. മനസ്സിലായോ? കൊടിയ ഭാവിയായിട്ട് മാറുക, മദ്യപാനത്തിൽ കുടുങ്ങി പോവുക, വ്യഭിചാരത്തിൽ കുടുങ്ങി പോവുക. അവനെ ഏറ്റവും വീക്കായിട്ടുള്ള ആത്മാവാണെന്ന് പിശാചിന് അറിയാം. അവനെ അവിടെ അടിക്കുള്ളൂ, വേറെ അവരടിക്കില്ല. ഇപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കുറച്ചു നേരം മുമ്പ് വായിച്ച മത്തായി 12:29 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ.
അഥവാ ശക്തനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ ശക്തനാണെന്ന് വിചാരിച്ചോ, ഞാൻ ശക്തനാണെങ്കിൽ എന്നെ തോപ്പിക്കാതെ പിശാചിന് എൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റുമോ? പറ്റൂല. അതല്ല, ഞാൻ ഭയങ്കര വീക്കാണ്, ഞാൻ കഞ്ഞിവെള്ളം പോലെ ഇരിക്കുകയാണെങ്കിൽ എന്നെ ഒരു പിശാചിനെ തോപ്പിക്കാൻ പറ്റത്തില്ലേ? പറ്റും കേട്ടോ. ഞാൻ ബലഹീനനാണ്, ഞാൻ ഒരു പാപാവസ്ഥകളിലേക്ക് ചായ്വുള്ളൊരു മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് പിശാച് ആത്മാവിനെ പിടികൂടും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. ആ കൊച്ചിനെ എന്നിട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരുണ തോന്നി മനസ്സിൽ. ദൈവം എന്തോരമാണ് ആ കുഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്നത്. ചെറിയ കൊച്ച് +1 പഠിക്കുന്ന കുട്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഫ്രണ്ടിലൊന്നും ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അമ്മ പറയുകയാണ്, അച്ഛൻ മരുന്ന് ചോറ് പോലെ കഴിക്കുന്നത്, എല്ലാ ദിവസവും ചോറ് പോലെയാണ് കഴിക്കുന്നത്, ഇത് ഒന്നും വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല, വീടിൻ്റെ അകത്ത് കയറിയ കഥ കടച്ചിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും, ആരോടും മിണ്ടൂല, ഒന്നും ചെയ്യില്ല. അപ്പം അന്ന് എനിക്ക് സങ്കടം തോന്നിപ്പോയോ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഞാൻ അവളെ എഴുന്നേറ്റ് എന്ന് യേശുവിൻ നാമത്തിൽ ബന്ധിച്ചു. എല്ലാ വചനവും ഉപയോഗിച്ച് രൂപതാ മെത്രാനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് കൊച്ചിനെ ബന്ധിച്ചു. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു സ്കൂളിൽ പോകണമെന്ന്. അവൾ പറഞ്ഞു സ്കൂളിൽ പോകണമെന്ന്. അങ്ങനെ അവൾ സ്കൂളിൽ പോയി. പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ അവൾ പിറ്റേ ആഴ്ച അവിടെ ആരാധനയ്ക്ക് വന്നു. പിന്നെ പതിയെ എല്ലാ കാര്യങ്ങളും നോർമലാകാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഈ ലോകത്തിൻ്റെ ശക്തിക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവത്തിൻ്റെ ശക്തിക്കും ചെയ്യാൻ കഴിയും. പറ്റുമോ? വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ പറയണം കേട്ടോ. വിശ്വസിക്കുന്നുണ്ടോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു കേസ് അച്ഛൻ ഓർക്കാണ്. ഈ കർണാടകയിൽ നിന്ന് വന്നതാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. അയാൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ പാമ്പിൻ്റെ പോലെ ആയിപ്പോയി ശരീരം. ഇങ്ങനെ വളഞ്ഞു കുത്തി, തലയും പെടലിയൊക്കെ വളഞ്ഞു കുത്തി അയാളുടെ ശരീരം പാമ്പിൻ്റെ പോലെ നിലത്ത് കിടന്നിട്ടും പാമ്പിൻ്റെ പോലെ കിടന്ന് എഴുകയാണ്, പാമ്പിൻ്റെ പോലെ. പക്ഷെ അയാളുടെ ഭാര്യ ഭയങ്കര വിശ്വാസമുള്ള ആൾ, ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി, ഭയങ്കര വിശുദ്ധയായിട്ടുള്ളൊരു സ്ത്രീ. അപ്പോൾ ഒരു പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, വീട്ടിലൊക്കെ ഏറ്റവും ബലഹീനനായവരെ പിശാച് പിടിക്കുകയുള്ളൂ കേട്ടോ, ഓർക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ പ്രത്യേകം ദൈവിക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തിരുരക്ത സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾ വളർന്നു വലുതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആത്മാവ് ബലഹീനമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിശാച് നിങ്ങളെയും പിടിക്കും കേട്ടോ. പാപങ്ങളിൽ വീഴ്ത്തി നിങ്ങളെ പതിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ അയാൾ കർണാടകയിൽ നിന്ന് ഷിമോഗയിൽ നിന്ന് കൊണ്ടുവന്ന ഷിമോഗ. അപ്പോൾ അയാളെ കൊണ്ടുവന്നു. അയാൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ബന്ധന പ്രാർത്ഥനയ്ക്ക് വിധേയമാക്കി. 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി, 4 പ്രാവശ്യമായി, 5 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് വിടുതൽ കിട്ടി. പിശാച് ആ ശരീരത്തിൽ നിന്ന് പോയി. അയാൾ 55-56 വയസ്സുള്ള ആളാണ്. നോർമേട്ടനൊക്കെ കൂടെ ഉണ്ടായിരുന്നു, കെനിയേട്ടനൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? ഓർക്കുന്നില്ലേ? അയാൾ പാമ്പ് എഴയുന്ന പോലെ എഴയും നിലത്ത് കിടന്ന്. വലിയ മനുഷ്യൻ, ശരീരം ഇങ്ങനെ ഉരുക്ക് പോലെ ആയിപ്പോവും, നമുക്ക് തൊട്ടാൽ പോലും അനങ്ങാൻ പറ്റില്ല, അങ്ങനെ ആയിപ്പോവും. ഇവരൊക്കെ കൂടി പിടിച്ചിട്ടാണ് അയാളെയൊക്കെ ബന്ധിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാളുടെ ജീവിതം വളരെ വിശുദ്ധമായി. മനസ്സിലായി? അയാൾ ഈ അമ്മച്ചിയുടെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയാൾ ഈ അമ്മച്ചിയുടെ കൂടെ വെളുപ്പിന് 3 മണിക്കൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്തുതിച്ച് അയാളുടെ കെട്ടഴിഞ്ഞു. പിശാച് പോയി. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എന്നെ ഷിമോഗയിൽ നിന്ന് വിളിച്ചിരുന്നു. അച്ഛാ, ഇപ്പം എൻ്റെ ഭർത്താവ് ഒരു മാസങ്ങളായിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ജോലിക്ക് പോകില്ലായിരുന്നു, ലോങ് ലീവ് എടുത്തേക്കുമായിരുന്നു. എങ്ങനെ പോകാൻ പറ്റും? പൈശാചിക പീഡയാണ്. ആദ്യമായിട്ട് ഞാൻ ഓർക്കാണ്, മൊബൈലിൽ അയച്ചു തരാണ്. അമ്മച്ചിയും മക്കളും കൂടി അവിടെ നിന്ന് നന്മ നിറഞ്ഞവരും ചൊല്ലുമ്പോൾ ഇയാൾ അലറാൻ തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ അലറാൻ തുടങ്ങും അവിടെ കിടന്നുണ്ട്. അത് വീഡിയോ അയച്ചു തരാണ്. എനിക്ക് പേടിയായിട്ടായിരുന്നു ആദ്യം കണ്ടപ്പോൾ. ഇയാൾ പ്രാർത്ഥിക്കുന്നതല്ല. പൈശാചിക ബാധയുള്ള വ്യക്തികൾക്ക് പ്രാർത്ഥന ഇഷ്ടമല്ല, വെറുപ്പാണ്. ചിലപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവും, എടോ കൊന്തമല്ല എന്നാണ്, എനിക്ക് പ്രാർത്ഥന ഒന്നും വേണ്ട. എടോ പള്ളിയിൽ പോകുന്നു, എനിക്ക് പ്രാർത്ഥന പള്ളിയിൽ നിന്ന് പോകാൻ പറ്റില്ല. എടോ നന്മ പറഞ്ഞു പറയുന്നത്, എനിക്ക് ജപമാല എല്ലാം പറ്റത്തില്ല. അതാണ് പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല.
ഒരു അശുദ്ധ അരൂപിയുള്ള വ്യക്തികൾക്ക്, തിന്മയോട് ചാഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ എല്ലാ ആഴ്ചകളിലും ഇപ്പോൾ 3-4 ആഴ്ചയായിട്ട് മുടങ്ങാതെ വരുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്? ദൈവത്തോടുള്ള ദാഹം ഉള്ളതുകൊണ്ടാണ്, സ്തുതിക്കാനും ആരാധിക്കാനുള്ള ഒരു കൊതി ഉള്ളതുകൊണ്ടാണ്. ദൈവം നിങ്ങളുടെ ആത്മാവിൽ ഇട്ടതെന്നാണ്. മനസ്സിലായ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതൊരു കൂടിയ രൂപിയായിരുന്നു, കൂടിയ രൂപി, ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു സ്പിരിറ്റായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് എവിടെ പ്രവർത്തിച്ചാലും ഏത് രൂപിയും തകർത്ത് കളയും. ഇരുമ്പോടാമ്പലുകളും പിച്ചളവാതിലുകളും ഒക്കെ ആര് തകർത്ത് കളയും? ആര് തകർത്ത് കളയും? കർത്താവ് തകർത്ത് കളയും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഓർക്കാണ്, ഒരു കുഞ്ഞിനെ ബ്ലഡ് ക്യാൻസർ പിടിവിട്ട ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ അവൻ മാസ്കൊക്കെ ഇട്ടാണ് കൊണ്ടുവന്നേക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഇവൻ ഇൻഫെക്ഷനാണ്, ശരീരം മുഴുവൻ ഇൻഫെക്ഷൻ കയറിയേക്കാണ്. അപ്പോൾ ഇന്ന് ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അച്ഛനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു, വിശ്വാസം ഉണ്ടോയെന്ന്. അക്രൈസ്തവരാണ്, വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. ആ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. നോക്കിയേ, പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ ഈ പാരമ്പര്യ ക്രിസ്ത്യാനികളെക്കാളൊക്കെ വിശ്വാസം അക്രൈസ്തവരിൽ ഒരുപാട് പേർക്കുണ്ട്. കണ്ണും മൂട്ടി അങ്ങോട്ട് വിശ്വസിച്ച് കളയുന്നേ, കണ്ണും മൂട്ടി വിശ്വസിച്ച് കളയും. ഈശോ തൊടും, ഈശോ വിടുതൽ തരും. ചില അമ്മച്ചിമാരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും, അച്ഛാ യേശുവിൻ്റെ നാമത്തിലൊന്ന് ബന്ധിച്ചേ രോഗം സുഖപ്പെടുമെന്ന് പറയും. ഒരിക്കലും ടോയ്ലറ്റിൽ വീണ് നട്ടല് പൊട്ടി ഡിസ്ക് തെറ്റിയ ഒരു അമ്മച്ചി ഏതോ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ കുറ്റം പറയുകയാണ്, നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ നട്ടല് ടോയ്ലറ്റിൽ വീണതും ഡിസ്ക് തെറ്റിയതും. വല്ല കാര്യം ഉണ്ടായിരുന്നു പള്ളിയിൽ പോകാൻ? വല്ല കാര്യമുണ്ടോ ആരാധനയ്ക്ക് പോകാൻ? വല്ല കാര്യമുണ്ടോ സ്തുതിക്കാൻ? അപ്പോൾ അമ്മച്ചി എന്നെ വിളിച്ചേക്കണം, അച്ഛനിപ്പോൾ പ്രാർത്ഥിക്കാൻ, എൻ്റെ ഡിസ്ക് നേരെയാവും, ഞാൻ OP-യിൽ കിടക്കുകയാണ്, ഡോക്ടർ വരാൻ പോവാണ്, അച്ഛനൊന്ന് യേശുനാമത്തിലൊന്ന് ബന്ധിച്ച് ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇത്രയും വിശ്വാസമുള്ളവരുടെ അടുത്ത് നമ്മൾ യേശുവെ തുടരണമെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ തൊടും. വിശ്വാസം വളരെ അത്യാവശ്യമാണ്. വിശ്വാസമുള്ളവരോട് എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. വിശ്വാസമില്ലാത്തവരോട് കർത്താവ് എന്ന് പ്രത്യക്ഷപ്പെട്ടാലും വിശ്വസിക്കൂല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാനൊന്ന് എവിടെയോ പോയിട്ട് തിരിച്ച് വരുന്ന മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യേശു നാമത്തിൽ നിൻ്റെ നട്ടലിൻ്റെ എല്ലാ അസുഖങ്ങളും മാറട്ടെ, യേശു തൊഴട്ടെ എന്ന് പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. കേട്ടോ, ഒന്ന് ഞാൻ ചൊവ്വാഴ്ചയായിട്ട് പ്രാർത്ഥിച്ചത്. വ്യാഴാഴ്ച ഞാൻ സെയിൻറ്റ് ജോസഫ് പള്ളിയിൽ ആരാധന നടത്തി പുറത്തോട്ടിറങ്ങിയപ്പോൾ അമ്മച്ചി ഓടി വന്നിട്ട് ചെയ്തതെന്നറിയാമോ? നടുവളച്ച് എൻ്റെ കാലേ തൊട്ട്, ഡിസ്ക് തെറ്റിയത് എവിടെ? വിശ്വാസം. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ വന്മലയെ ഈസക്കനൂരത്തോട് സമുദ്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമെന്ന വചനം പറയും. വിശ്വാസം വേണം. വിശ്വാസം അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കും. ഏത് മഹാത്ഭുതവും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ കുട്ടിയെ, ഈ നമ്മുടെ ക്യാൻസർ ബാധിച്ച കുട്ടിയെ കൊണ്ടുവന്നേക്കാണ്. അവൻ്റെ ശരീരം മുഴുവനും ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാസ്കൊക്കെ ഇട്ടേക്കാണ്. എല്ലാം പൊതിഞ്ഞ് കൊച്ചിനെ കൊണ്ടുവന്നേക്കാണ്. മുടിയൊന്നുമില്ല, ചെറിയ കുഞ്ഞ്, 7.5 വയസ്സ് 8 വയസ്സുണ്ടാവും. ബ്ലഡ് ക്യാൻസർ കൊണ്ട്. നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ ഇത്രയും വർഷം ജീവിക്കാൻ കൃപ തന്നതിന് നന്ദി. നമ്മൾ പറയണം കേട്ടോ. 6 മാസവും 2 മാസവും 1 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്. 10 വയസ്സും 15 വയസ്സും 20 വയസ്സും 30 വയസ്സും 40 വയസ്സും 50 വയസ്സിലൊക്കെ ആളുകൾ ഇങ്ങനെ മരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആളുകൾ മരിക്കുക. ഇത്രയും ആയുസ് തന്നതിന് കർത്താവെ നന്ദി എന്നെപ്പോഴും പറയണം. പറയാറുണ്ടോ? ഹലോ, പറയാറുണ്ടോ? പറയണം കേട്ടോ. ആയുസ് നൽകിയതിനും ഇന്നിപ്പോൾ പ്രത്യേകം നന്ദി പറയണം. ഈശോയെ അങ്ങയുടെ മുന്നിലിരിക്കാനുള്ള കൃപ തന്നതിന് നന്ദി എന്ന് പറയണം. എല്ലാവരും ഒന്ന് പറഞ്ഞ, ഈശോയെ അങ്ങയുടെ മുന്നിലിരിക്കാൻ കൃപ നൽകിയതിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആ അമ്മച്ചിനോട് ചോദിച്ചു, അമ്മച്ചിക്ക് വിശ്വാസം ഉണ്ടോ? അച്ഛൻ എനിക്ക് കണ്ണും പൊട്ടി ഞാൻ പറഞ്ഞു വിശ്വാസമാണ്. ഈശോ തൊട്ടാൽ എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യം കിട്ടും. ബ്ലഡ് ക്യാൻസറാണ്, നിസ്സാര പനിയും ചുമയൊന്നും അല്ല, ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൊച്ചിൻ്റെ തലയെ കവിച്ച് യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ച് വിട്ടു. പിറ്റേ ദിവസം രാവിലെ ഫോൺ വന്നേക്കാണ്, അച്ഛാ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇൻഫെക്ഷൻ ഇല്ലെന്ന്, ശരീരത്തിൽ ഇൻഫെക്ഷൻ ഇല്ലെന്ന്. കരങ്ങളടിച്ച് കർത്താവിനെന്ന് മഹത്വപ്പെടുത്തിയേ. പിശുക്കാണിക്കല്ലേ, നന്നടിച്ചേ, അടിച്ച്.
വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. ലൂക്ക 8:43-48 ജനങ്ങളുടെ മധ്യത്തിലൂടെ രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിനെ തൊടുകയാണ്. അവൾ 100% വിശ്വസിക്കുകയാണ്. എന്ത്? കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്? സൗഖ്യം കിട്ടും. വിശ്വസിക്കുകയാണ്. അവൾക്ക് ഡൗട്ടില്ല. മറ്റുള്ളവർക്ക് ഡൗട്ടുണ്ട്, അവൾക്ക് ഡൗട്ടില്ല. എന്ത്? ഞാൻ കർത്താവിനെ തൊട്ട കർത്താവിൻ്റെ മുടിയുടെ അറ്റത്തെങ്കിലും, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും, ഇനി കർത്താവ് നടന്നുപോയ കല്ലിലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇടിച്ച് കുത്തി ഈ ഉദ്ദണ്ഡന്മാരുടെ നടുവിൽ കൂടി അവൾ കുത്തി കയറി അവൾ കർത്താവിനെ തൊടാണ്. തൊട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? കർത്താവ് പോലും അറിയാതെ, കർത്താവ് സാധാരണ കൈ ഉയർത്തിയൊക്കെ സൗഖ്യം കൊടുക്കുന്നത്, ഇതറിഞ്ഞില്ല. കർത്താവിൻ്റെ ഇരുന്ന് സൗഖ്യം പുറപ്പെട്ടു, അവൾ സൗഖ്യപ്പെട്ടു. അവൾ അറിഞ്ഞു സൗഖ്യപ്പെട്ടു എന്ന്. അപ്പോഴാണ് കർത്താവ് ഷോക്ക് പോലെ, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ പറഞ്ഞു, ഞാനാണ് കർത്താവ് തൊട്ടത്. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണും പൂട്ടി കർത്താവിനെ അങ്ങോട്ട് വിശ്വസിച്ചേക്കണം. വിശ്വസിക്കോ? ഇനി മരിക്കേണ്ടി വന്നാലും കർത്താവ്, ഞാൻ ചാടി വീഴുന്നത് നിൻ്റെ കയ്യിലോട്ടാണ്, എൻ്റെ ആത്മാവ് സമർപ്പിക്കാൻ പോകുന്നത് നിൻ്റെ കരങ്ങളിലേക്കാണെന്നുള്ളൊരു ധൈര്യം ഉണ്ടാവണം. എൻ്റെ ധൈര്യം അതാട്ടോ. ഞാൻ വ്യക്തിപരമായിട്ട് പറയും, എൻ്റെ ധൈര്യം അതാണ്. ഇപ്പോൾ എനിക്ക് പല വിധത്തിൽ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ യൂറിക് ആസിഡ്, അല്ലെങ്കിൽ എന്തായാലും പറയുക, തലവേദന, മൈഗ്രെയിൻ, അങ്ങനെയുള്ള വേദനകളൊക്കെ എനിക്ക് ശരീരം മുഴുവനും ഉണ്ട്. അപ്പം ഞാൻ പറയും, എനിക്ക് പേടിയില്ല. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്തോട്ടാണ് പോവുക? ഈശോ കാത്തിരിക്കുകയാണ്. പുള്ളിയെ വാ, നിന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. സന്തോഷത്തോടെ. എനിക്ക് പ്രത്യാശയുണ്ട്. മരണം ഒരിക്കലും നിരാശയുടെ അവസ്ഥയല്ല, മരണം പ്രത്യാശയാണ്. കാരണം എന്താ? പുരോഹിതനായിട്ട് ജീവിക്കുകയാണ്, ആത്മാക്കളെ നേടുകയാണ്. കർത്താവ് കാത്തിരിക്കുകയാണ് ഒരു ദിവസം അവിടെ ചെല്ലാൻ, അല്ലേ? അങ്ങനെ ഒരു കാത്തിരിപ്പ് കർത്താവ് കാത്തിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. അങ്ങനെ കാത്തിരിപ്പിനൊരു ധൈര്യം വേണമെങ്കിൽ വിശുദ്ധി വേണം, ധൈര്യം വേണമെങ്കിൽ പ്രത്യാശ വേണം, ധൈര്യം വേണമെങ്കിൽ വിശ്വാസം വേണം. എൻ്റെ കർത്താവ് എന്നെ കാത്തിരിക്കുക, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.